ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങൾ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബൈബിളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ മോശം ചോദ്യമാണെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അല്ലേ? കൊണ്ടു നടക്കാറുണ്ടോ? നമ്മുടെ മൊബൈലിൽ തീർച്ചയായിട്ടും ഒരു ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാവും, ഇംഗ്ലീഷോ മലയാളമോ ഒക്കെ. പക്ഷേ സ്വന്തമായിട്ടൊരു ഫിസിക്കലി ഒരു ബൈബിൾ കൊണ്ടു നടക്കുന്ന വലിയ അനുഗ്രഹം. എനിക്ക് കുറച്ച് കൂട്ടുകാരങ്ങനെയുണ്ട്, അവർ പോകുന്ന വഴിയിലെല്ലാം കുറച്ചൊരു ജോലി ചെയ്യുന്നവരാണ്, കുറച്ചൊരു പഠിക്കുന്നവരാണ്. ഓഫ് കോഴ്സ് മിനിസ്ട്രിയിലുള്ളവർ തീർച്ചയായിട്ടും ബൈബിൾ കൊണ്ടു നടക്കില്ല. അല്ലാതെ കോളേജുകളിലൊക്കെ പോകുമ്പോൾ, ജോലിക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ ബൈബിൾ ബാഗിൽ ഇട്ടുകൊണ്ട് പോകുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ളവരാണോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ ബൈബിൾ കൊണ്ടു നടക്കുന്നത് ഭയങ്കര ശക്തിയാണ്. പണ്ടുകാലത്തെ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഇറേനിയൂസ് പറഞ്ഞത് ഒരു കാര്യമാണ്, വിശുദ്ധ ഗ്രന്ഥം കൊണ്ട് നടക്കുന്നത്. അന്ന് ഈ വിശുദ്ധ ഗ്രന്ഥം സച്ച് അങ്ങനെ ഒരു പുസ്തകം ടൈപ്പിൽ ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള പോലെ അങ്ങനെ ഫിസിക്കലി കൊണ്ടു നടക്കാൻ പറ്റും. ചുരുളുകളൊക്കെ ആയിരുന്നല്ലോ പണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു താള് കൊണ്ട് നടക്കുന്ന, ഒരു ചുരുള് കൊണ്ട് നടക്കുന്ന ഒരുവൻ്റെ ഭവനത്തെ സാത്താൻ പേടിക്കുന്നു എന്ന് വിശുദ്ധ ഇറേനിയൂസ് പറഞ്ഞത്. ഇപ്പം നമ്മൾ ചുരുളുകളോ താളുകളോ ഒന്നുമല്ല, നമുക്ക് ശരിക്കും വിശുദ്ധ ഗ്രന്ഥമൊക്കെ കൊണ്ടു നടക്കാൻ പറ്റും. ഒരുപാട് വചനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ വിശുദ്ധ ഗ്രന്ഥം കൊണ്ട് നടക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അതൊരു വലിയ ശക്തി, വലിയൊരു പവറും ആയിരിക്കും. എന്ന് വെച്ചാൽ അങ്ങനെ കൊണ്ട് നടന്നുകൊണ്ട് മാത്രമായോ? ഇല്ല. നമ്മുടെ വീട്ടിലൊരു ബൈബിൾ ഉണ്ടായതുകൊണ്ട് മാത്രമായോ? പല ആപ്ലിക്കേഷൻ, പല ലാംഗ്വേജ് നമുക്ക് ബൈബിൾ വായിക്കാൻ അറിയാം എന്നതുകൊണ്ട് മാത്രമായോ? ഇല്ല. നമ്മൾ ആ വചനങ്ങൾ അനുസരിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ നിറയും. ഇപ്പോൾ ഈ ടോക്കുകളിലൂടെയൊക്കെ, ഇല്ലെങ്കിൽ വലിയ വചനപ്രഘോഷങ്ങളിലൂടെ, നമ്മുടെ ധ്യാന ഹാളുകളിലൂടെ, നമ്മൾ ദേവാലയത്തിൽ നമ്മൾ മുഴങ്ങി കേൾക്കുന്ന വചനങ്ങൾ, ഞായറാഴ്ചകളിൽ അനുദിന ബലിയർപ്പണങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന വചനങ്ങളുണ്ട്. എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ അതിനും കൂടെ അനുസരിക്കുമ്പോഴാണ് ശരിക്കും കൃപ വരിക, വലിയ ശക്തിയും പവറും ഒക്കെ വരിക. ഈ കർത്താവ് കൂടെ നിൽക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. എൻ്റെ മാലാഖമാരോ വിശുദ്ധരോ പരിശുദ്ധ അമ്മയോ മാത്രമൊന്നുമല്ല, ശരിക്കും വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിച്ച് അതനുസരിച്ച് അതൊക്കെ കൊണ്ട് നടക്കുന്ന ഒരാളുടെ കൂടെ ജീവനുള്ള ഈശോയുടെ സാന്നിധ്യം തന്നെ, ഈശോ കൂടെ നടക്കുകയാണ്, മറ്റൊന്നുമല്ല. പഴയ നിയമ പശ്ചാത്തലത്തിലൊക്കെ നമ്മൾ കാണുന്നില്ല ഇങ്ങനെ അവർക്ക് ഏറ്റവും വലിയ സഹായം, കർത്താവിൻ്റെ സാന്നിധ്യം ഒന്നും നേരിട്ട് കാണാനുള്ളൊരു വലിയ അനുഗ്രഹമൊന്നും അവർക്ക് ഒത്തിരി തവണ കിട്ടിയിട്ടില്ല. പക്ഷേ എപ്പോഴും അവരെ സഹായിക്കാൻ വേണ്ടി ദൂതന്മാരെ കർത്താവ് അയക്കുകയാണ്. പുറപ്പാട് പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു ദൂതനെ ഞാൻ നിനക്ക് മുമ്പേ അയക്കും, അവൻ നിനക്ക് വഴി കാണിക്കും, അവൻ നിനക്ക് സംരക്ഷണമായിരിക്കുമെന്ന്. പുറപ്പാട് 23:20 ദൂതനെ അയക്കും. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ദൂതനെ അയക്കുകയല്ല, ദൂതനെ അയക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. വചനം വായിക്കുന്ന, വചനം അനുസരിക്കുന്ന, വിശുദ്ധ ഗ്രന്ഥം കൊണ്ട് നടക്കുന്ന ഒരാളുടെ കൂടെ കർത്താവ് നടക്കുകയാണ്. ഈ വചനഭാഗം ഒന്ന് വായിച്ചു നോക്കി കേട്ടോ. പുറപ്പാട് 23:20 ഒരു ദൂതനെ അയക്കും, അവൻ നിനക്ക് ശക്തിയായിരിക്കും, അവൻ നിന്നെ സഹായിക്കുമെന്ന്. സഹായിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, അവൻ പറയുന്നതെല്ലാം നീ ആദരപൂർവ്വം അനുസരിക്കണം, അങ്ങനെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അനുഗ്രഹമായിട്ട് മാറുന്നു. പ്രശ്നങ്ങളുണ്ടാവില്ലെന്നല്ല, ഈ യാത്ര എളുപ്പമാവുന്നല്ല, ഈ യാത്രയിൽ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ദൂതൻ പറയുന്ന അനുസരിച്ചാൽ നിനക്കിതിൻ്റെ മേലൊരു വിജയം ഉണ്ടാവും. ആ ദൂതൻ എന്നെ സഹായിക്കുന്നു. ഓർത്ത് നോക്കിയേ, ഒരു ദൂതൻ പറയുന്ന അനുസരിച്ചാൽ അത്ര സഹായമാണെങ്കിൽ ഈ ദൂതനെ അയച്ച ആ ദൂതായ, ആ വാക്കായ, വചനമായ ഈശോയെ നമ്മൾ കൂടെ പിടിച്ച് ഈശോയെ അനുസരിച്ചാൽ എന്തൊരു വലിയ അനുഗ്രഹമായിരിക്കും. നമ്മളിപ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടോ? നമ്മുടെ കയ്യിൽ ബൈബിളൊക്കെ ഉണ്ടല്ലോ, വായിക്കുന്നുണ്ടല്ലോ, അനുസരിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്താ സങ്കടങ്ങൾ എന്നൊക്കെ നമ്മൾക്ക് ചിന്തിക്കും. പക്ഷേ നോർത്ത് നോക്കിയേ, ഈശോ തന്നെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു കാര്യം. യോഹന്നാൻ 16:33 ഈ ഭൂമിയിൽ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാവും അല്ലേ? അതിപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാലും ഉണ്ടാവും, പ്രാർത്ഥിച്ചില്ലെങ്കിലും ഉണ്ടാവും. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ, വചനം കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറിനെക്കാട്ടും വലിയ സൂപ്പർ പവറായ ശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ നിൽക്കുന്നത്. യോഹന്നാൻ 16:33 ഒരു ഓർമ്മപ്പെടുത്തലൂടെ ഉണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക്, ഈ ഭൂമിയിൽ ആയിരിക്കും ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാവും, എന്നാൽ ഡോണ്ട് ബി അഫ്രൈഡ്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞേക്കുന്നത്. അങ്ങനെയെങ്കിൽ ലോകത്തെ ജയിച്ച ഈശോയുടെ കൂടെ നമ്മൾ ഓഫീസിലേക്ക്, ജോലിക്ക്, പഠനത്തിന്, ശുശ്രൂഷയ്ക്ക്, ഒരു യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഈ പ്രതിസന്ധികൾ ഉണ്ടാവില്ലെന്നല്ല, ആ പ്രതിസന്ധികളെയൊക്കെ ഈ ലോകത്തെ ജയിച്ചവൻ, പിശാചിനെ, തിന്മയെ, മരണത്തെ, സങ്കടങ്ങളെ, വേദനകളെ, പീഡനങ്ങളെ, രോഗങ്ങളെ എല്ലാത്തിനെയും അതിജീവിച്ച, ശരീരത്തിൻ്റെ നൊമ്പരങ്ങളെ അതിജീവിച്ച ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, മനസ്സിലെ സംഘർഷങ്ങളെ അതിജീവിച്ച ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളും വിജയിക്കും. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവും, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈശോയുടെ കൂടെ നിന്നാൽ നമുക്ക് ഈ പ്രതിസന്ധികളെ ഇടിച്ചിടിച്ചങ്ങ് കയറി പോകാൻ പറ്റും. ദൂതനെ അനുസരിച്ചവർക്ക് എല്ലാം വിജയം നൽകിയെങ്കിൽ കർത്താവിനെ അനുസരിക്കുന്നവർക്ക് എല്ലാത്തിൻ്റെ മേൽ വിജയമാണ്. ഈ പുസ്തകത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകണം. പുറപ്പാട് 23:21 വാക്യം 22 ഒക്കെ വായിച്ചു നോക്കുക. ഈ ദൂതൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ, ആ വചനം നിങ്ങൾ ഹൃദയപൂർവ്വം അനുസരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയാണ്, നിൻ്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും, നിൻ്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയായിരിക്കും. ദൂതൻ്റെ വാക്കനുസരിച്ചാൽ കർത്താവ് തന്നെ നേരിട്ട് ഫൈറ്റ് ചെയ്തോളൂ എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൂതൻ്റെ പ്രോമിസ് അല്ല, കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ലോകത്തെ മുഴുവൻ ജയിച്ച കർത്താവ്. 1 യോഹന്നാൻ 4:4 നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. ഉള്ളിലുള്ളതെന്ന് വെച്ചാൽ പോക്കറ്റിലുള്ളവനല്ല. ആ വചനം വായിച്ച് ഹൃദയത്തിലാക്കിയാൽ ഹൃദയത്തിലേക്ക് കയറുന്നത് വായിച്ച കുറേ വരികളല്ല, അത് പറഞ്ഞ ഈശോയാണ്. ആ ഈശോയുടെ വാക്ക് ജീവൻ നൽകും, എല്ലാത്തിനും അതിജീവിക്കാനുള്ള ജീവൻ നൽകും.
ലോകത്തിൽ പ്രതിസന്ധികളുണ്ടായ, വേദനകളുണ്ടായ, അല്ലെങ്കിൽ കുഞ്ഞു ആയുസ്സിൽ താങ്ങാൻ പറ്റാത്ത വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലും ലോകത്തെ ജയിച്ചവനാണ് കൂടെ. ആ കർത്താവിൻ്റെ വചനം കയ്യിലെടുത്ത്, ബാഗിലെടുത്ത്, ഹൃദയത്തിലെടുത്ത് കൊണ്ട് നടക്കുക, അതനുസരിച്ച് ജീവിക്കുക. എല്ലാത്തിൻ്റെ മേൽ വിജയം കർത്താവ് തരും. നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ വായിച്ച, ഇതുവരെ ജീവിതത്തിൽ കേട്ടിട്ടുള്ള, ഇതുവരെ മനപ്പാടാക്കിയിട്ടുള്ള, പ്രാർത്ഥിച്ചിട്ടുള്ള, ജീവിച്ചിട്ടുള്ള എല്ലാ വചനത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ ഈ സമയം നിങ്ങളിലേക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, നിങ്ങളുടെ നിയോഗങ്ങളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ച്, ഞാൻ വായിച്ച എല്ലാ വചനത്തിൻ്റെ അഭിഷേകത്തിൽ, ഞാൻ സംസാരിച്ച എല്ലാ വചനത്തിൻ്റെ അഭിഷേകത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.